എടി സിനിമയ്ക്ക് പോയിട്ട് വന്നപ്പോൾ അമ്മ അതും ഇതും പറഞ്ഞെന്ന് പറഞ്ഞു. നീ എന്തിനാ അമ്മയോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്തോ ഇതെന്നാ ഇവിടെ എന്തിനാ 2 കലം വെക്കുന്നേ? ഞാനൊരു ഒറ്റ കലയെ വെച്ചോളൂ. ഒറ്റ കല നിങ്ങളുടെ അമ്മയാ വെച്ചേ. അതിനെന്തിനാ ദേഷ്യപ്പെടുന്നേ? ഷെടാ, എന്നെ മുഖത്ത് നോക്കി കള്ളീന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്തോ ചെയ്യണം? മടി വെച്ച് താരാട്ട് പാടി പൊട്ടും തൊട്ട് പൗഡർ ഇട്ട് ഉമ്മ കൊടുക്കണം നിങ്ങളുടെ അമ്മയെ. എന്നെ കൊണ്ടത് പറ്റത്തില്ല. ഞാൻ നല്ല അന്തസ്സുള്ള തറവാട്ടി പിറന്നവളാ. എന്റെ വീട്ടുകാർ പോലും എന്നെ വിളിച്ചിട്ടില്ല കള്ളീന്ന്. അപ്പോഴാ നിങ്ങളുടെ അമ്മ. ഞാൻ ധൈര്യമുള്ള ഒരു ഭർത്താവിന്റെ ഭാര്യയാ. എന്റെ ഭർത്താവിന്റെ വീറും വാശിയും കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഞാൻ വഴക്കിട്ടത്. നിങ്ങളുടെ അമ്മയോട് എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ ഒന്നും മിണ്ടാത്തെ? നിൽക്കുന്ന കാണുമ്പോൾ അറിയത്തില്ല ഉത്തരം മുട്ടിട്ട് നിൽക്കുവാന്ന്. പിന്നെ എന്താ എടുത്തെടുത്ത് ചോദിക്കുന്നത്? എന്നോട് കാണിക്കുന്ന വീറും വാശിയൊക്കെ നിങ്ങൾ അമ്മയോട് പോയി കാണിക്കുക. അപ്പോഴേ നിങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നത്തുള്ളൂ. നീ ഇവിടെ നിൽക്ക്, ഞാൻ അമ്മയോട് പോയി സംസാരിച്ചിട്ട് വരാം. അങ്ങോട്ട് വന്നേക്കില്ല. അമ്മേ, ഞങ്ങൾ കയറി വന്നപ്പോഴേ അമ്മ എന്തിനാ പറഞ്ഞത്? എന്നാ നീ അങ്ങ് അടുക്കളയിലോട്ട് കയറിക്കോ. അതല്ലേ ഇത്ര വിഷയമായത്? അവള് മോനെ പറഞ്ഞു വിട്ടതായിരിക്കില്ലേ? അമ്മ ആവശ്യമില്ലാത്ത എഴുതാപ്പുറം വായിക്കില്ല കേട്ടോ. എഴുതാപ്പുറം വായിച്ചതല്ല, മോൻ എഴുതിക്കൊണ്ട് വന്നത് അമ്മയൊന്ന് വായിച്ചെന്നേ ഉള്ളൂ. ഓ, എല്ലാത്തിനും ഉത്തരവുണ്ടല്ലോ. അമ്മയൊന്ന് പോയേ. അമ്മ ഇവിടെ പോവാ? നീയല്ലേ പറഞ്ഞ അമ്മ പോകാന്? എന്റെ പൊന്നമ്മ, ഒരു വീട്ടിൽ 2 കലം വെക്കുന്ന ആൾക്കാരറിഞ്ഞ നാണക്കേടാ അമ്മേ. കുലം പിരിക്കേണ്ടവള് വന്ന് കയറിയ കലവും പിരിക്കേണ്ടി വരും. ഓ, കയ്യില് പഴഞ്ചൊല്ലും ഉണ്ടല്ലോ. എന്റെ പൊന്നമ്മ, അവളൊരു പാവം അമ്മേ. അപ്പൊ അവള് നല്ലത്, അമ്മ ദുഷ്ട ഇല്ലയോ? മേലാൽ അവിടെ വക്കാലത്തും കൊണ്ട് എന്റെ അടുക്ക വന്നേക്കരുത് കേട്ടല്ലോ.